പലിശയിടപാടുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന ആ ഒരു യുദ്ധപ്രഖ്യാപനം വലിയ അർത്ഥങ്ങളുള്ളതാണ്. ദുനിയാവിലേക്ക് ചേർത്തുമ്പോൾ അതിന് അർത്ഥതലങ്ങളുണ്ട്. പലിശ ഇടപാടിലൂടെ എത്ര വലിയ സമ്പാദ്യം ഉണ്ടായാലും അതൊക്കെ ലാഭകരമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിലോ അടുത്ത തലമുറകളിലോ അതിൻ്റെ അനർത്ഥങ്ങൾ, അതിൻ്റെ അപകടങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ ബോധ്യപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുമെന്ന് ആ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ അർത്ഥങ്ങളിൽ ഉണ്ട്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആഖിറത്തിലേക്ക് ചേർത്തി മനസ്സിലാക്കുമ്പോൾ ബിഅൻ യഖ്തിമല്ലാഹു ലഹു ബിസൂഇൻ, മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. പലിശയിടപാട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് മരിക്കുന്നതിൻ്റെ മുമ്പ് കൃത്യമായ ശരിയായ രൂപത്തിൽ തൗബ ചെയ്ത് പിന്മാറുന്നില്ലെങ്കിൽ അവൻ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്.